പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിഹസിച്ച് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിമാരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. നേതാവെ, അടുത്ത വിഷയം എന്തെന്ന് ചോദ്യം. ഒരു നിശ്ചയവുമില്ല, മനോരമയിൽ ഒന്നും വന്നില്ലെന്നും പരിഹാസ പോസ്റ്ററിൽ പറയുന്നു. ഇന്നലെ രാത്രിയാണ് ജയകൃഷ്ണൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. മനോരമ നോക്കിയാണ് വി ഡി സതീശൻ വിഷയം നിശ്ചയിക്കുന്നതെന്ന ആക്ഷേപം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റർ. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. ഐക്യകാഹളം വന്നതിന് ശേഷം നേതാക്കന്മാരിടയിൽ ഒരു ഒത്തൊരുമയൊക്കെ വന്നപ്പോഴാണോ DCC തലത്തിൽ ഒരു വിയോജിപ്പിന്റെ ശബ്ദം? തീർച്ചയായിട്ടും അരുൺ, ആ ഒരു സംശയമാണ് ഇപ്പോൾ എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്നത്. അതായത് എല്ലാവരും ഐക്യമാണ്, ഒറ്റക്കെട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ നേതാക്കൾ തമ്മിൽ ഒരു നേതാക്കളെ ഉള്ളിലൂടെ ഒരു പിന്നിൽ നിന്നൊരു കുത്തു കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഈ DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണന്റെ ഇപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് 7 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴും ആ വാട്സപ്പ് സ്റ്റാറ്റസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു പിൻവലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു പരിഹാസ രൂപേണ സൂചിപ്പിക്കുന്നത് എന്താണ് നേതാവെ അടുത്ത വിഷയം എന്നുള്ളത് ഈ DCC സെക്രട്ടറി വി ഡി സതീശനോട് ചോദിക്കുന്നു. അതിനുള്ള മറുപടി ഒരു നിശ്ചയവുമില്ല, മനോരമയിൽ ഒന്നും വന്നില്ല എന്നുള്ള മറുപടി എന്നുള്ളതാണ്. JK എന്നുള്ളൊരു കാര്യം, അത് ജയകൃഷ്ണൻ എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് കിഡിങ് എന്ന പ്രേമലൂരിയുടെ ഡയലോഗ് വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും വി ഡി സതീശനെതിരെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പരിഹാസവുമായി അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഈ പങ്കുവയ്ക്കുന്നു. അത് കണ്ണൂരിലെ പല കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രമായി അത് മാറുകയും ചെയ്യും. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇനി എന്ത് പ്രതികരണമാണ് നടത്തുക, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള തുടർ നടപടി എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതൊരു ജസ്റ്റ് കിഡിങ് ആയിപ്പോയി. പ്രേമലൂരിൽ പറയുന്നത് പോലെ ഒരു തമാശ രൂപേണ പറയുന്നതാണെങ്കിൽ കൂടി അതിനകത്ത് കണ്ണൂരിലെ ഒരു കോൺഗ്രസ് നേതാവ്, പക്ഷേ അത് അത്ര തമാശയല്ലല്ലോ. നേതാവേ, അടുത്ത വിഷയം എന്നാണ് ജയകൃഷ്ണൻ ചോദിക്കുന്നത്. അപ്പോ വി ഡി സതീശൻ പറയുന്നതായി ജയകൃഷ്ണൻ പറയുന്നത് മനോരമയിൽ ഒന്നും വന്നില്ല, ഒരു നിശ്ചയവുമില്ല JK എന്നാണ്. JK എന്നുള്ളത് ജസ്റ്റ് കിഡിങ് എന്നാണോ? അതാണോ ഉദ്ദേശിച്ചത്, അതോ ജയകൃഷ്ണൻ എന്നാണോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ല, ജയകൃഷ്ണൻ എന്ന് തന്നെ ആയിരിക്കണം സ്വാഭാവികമായും. പക്ഷേ ഇതിനകത്ത് പ്രേമലൂർ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, ഒരു തമാശ രൂപേണ പറയുകയും പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ട. അപ്പോൾ അതേപോലെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും ഇതൊരു ഗൗരവ സ്വഭാവമുള്ള കാര്യം തന്നെയാണ്. DCCയുടെ, അതായത് കണ്ണൂർ പോലുള്ള KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അതുകൂടി വരുമ്പോഴാണ് അതിനകത്തൊരു വാർത്താ പ്രാധാന്യം ഉണ്ടാവുന്നത്. ആ ജില്ലയിൽ നിന്നും ഒരു നേതാവ്, DCCയുടെ സെക്രട്ടറി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഇത്തരമൊരു പരിഹാസവും ആക്ഷേപവും ഒക്കെയായി വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ വരുന്നു എന്നത് ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം ആണ്. അരുൺ, ഈ ഒരു സംശയം ചോദിക്കട്ടെ, ഈ JK നമ്മുടെ KSന്റെ അടുത്ത കക്ഷിയാണോ? തീർച്ചയായിട്ടും K സുധാകരന്റെ ഒരു അടുത്ത അനുയായി, അല്ലെങ്കിൽ K സുധാകരന്റെ ഗ്രൂപ്പില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ രഹസ്യമായി ഗ്രൂപ്പുകൾ ഇപ്പോഴും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. K സുധാകരനുമായി ബന്ധപ്പെട്ട് K സുധാകരന്റെ ഒരു അടുത്ത അനുയായി എന്ന രീതിയിൽ തന്നെയാണ് ജയകൃഷ്ണനെ കാണാവുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ കല്യാട്. എന്തായാലും അത് നമ്മുടെ സാധാരണ എഴുന്നള്ളിപ്പിന് ആനയെ കൊണ്ടുവരുന്ന സമയത്ത് പറയാറുണ്ട്, കൂട്ടത്തിൽ കുത്ത് എന്ന് പറയാറുണ്ട്. പിന്നിൽ നിന്ന് കുത്തുന്ന ആനകളെ കുറിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ്. എന്തായാലും അത് വല്ലാത്തൊരു സംഭവമായി പോയി. ജസ്റ്റ് കിഡിങ് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് അല്ലേ?